Who has authority over it? There are district collectors who are the civil employees who have authority to run the districts. Jilla collectors. They are district collectors. കേരളത്തിൽ ഇച്ചിരി ബുദ്ധി ഉറച്ച ഒരുത്തനുണ്ട് മന്ത്രിയായിട്ട് സുധാകരൻ ജി സുധാകരൻ. There is a minister in Kerala right now, G. Sudhakaran. അയാൾ കഴിഞ്ഞിടയ്ക്ക് പറയുക ഈ പട്ടിയുടെ വാലേല് IAS എന്ന് എഴുതിയിട്ടാൽ പട്ടിയൊക്കെ IAS ഓഫീസേഴ്സും കളക്ടർമാരുമാകുകയല്ല. And he just said that if you tie that designation in the administrative service at the tail of a dog, still they won't become collectors, they will still be dogs. അതുപോലെ അധികാരം ഉപയോഗിക്കാത്തവരാണ് നമ്മുടെ കേരളത്തിലെ IAS-കാരായിട്ടുള്ള പലരും എന്ന അർത്ഥത്തില് അയാളത് പറഞ്ഞത്. What the minister said was that many of the district collectors do not use their authority. പക്ഷെ അധികാരം ശരിക്കും ഒരു കളക്ടർ ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ടുണ്ട്. But I have seen with my own eyes someone, a district collector, a highly placed government official who uses authority. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മൺസൂൺ കാലമാണ്. This is the raining season in Kerala. മൺസൂൺ ആരംഭിച്ച ഉടനെ നമ്മുടെ കേരള ഗവൺമെന്റ് മത്സ്യ ബന്ധന നിരോധനാജ്ഞ പുറപ്പെടുവിക്കും. And whenever the monsoon starts, the government will prohibit the fishermen from going deep sea to fish. ബോട്ടിൽ പോയി മത്സ്യം പിടിക്കാൻ പറ്റുകയില്ല. You cannot go into the sea in a boat and fish. വള്ളങ്ങളിൽ പോയി മീൻ പിടിക്കാം. But you can take rowboats and cast nets and. കഴിഞ്ഞ പ്രാവശ്യം ഈ ആജ്ഞ വന്നപ്പോ ഈ മേത്തന്മാര് മുക്കവന്മാരെ കാണാതെ വലിയ ബോട്ടുകളിൽ ഉൾക്കടലിൽ പോയി മീൻ പിടിച്ചു, കൂട്ടമായി മീൻ കൊണ്ടുവന്നു. Even though there was this prohibition against going deep sea, some of the fishermen, by breaking the law, went into deep sea and collected much fish and came ashore. ഇതറിഞ്ഞ മുക്കവരും ഈ മേത്തന്മാരും കൂടെ തമ്മിൽ തല്ലുക, കൊല്ലുക, വെട്ടുക. ആ നീണ്ടകര ഭാഗങ്ങളിൽ അതിഭയങ്കര ബഹളം. 16 പേരെങ്ങാണ്ട് മരിച്ചു. And one group who obeyed the law and stayed back confronted the people who went into the sea to catch fish. There was some friction and quarrel, and about 16 people died because of their fight there. ഞാൻ കായംകുളത്ത് ഒരു യോഗം കഴിഞ്ഞിട്ട് നീണ്ടകര പാലം വഴി ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ നീണ്ടകര പാലത്തിൽ ഉള്ള ബസ്സും വണ്ടിയും കാറും എല്ലാം കിടക്കുകയാണ്. ഒരൊറ്റ വണ്ടി വിടുന്നില്ല. കാരണം അവിടെ അതിഭയങ്കരമായ ആടിയും ബഹളവും വെട്ടും കൊലയും. അത് ഈ മേത്തന്മാരുടെയും മുക്കവന്മാരുടെയും കയ്യിൽ പങ്കായവും തൂമ്പായും അതെ കൊടുവാളും എനിക്കറിയത്തില്ല. അവിടെ ബഹളം. And because of this communal riot between these two groups of people on that bridge, traffic was stopped, and these people were in two groups challenging each other to do anything against one another. കൊടുവാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കോപാന്തന്മാരുടെ അടുക്കൽ ചെല്ലാൻ നമ്മുടെ പോലീസിന് നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് പട്ടി അടിക്കുന്ന കുറുവടിയാണ്. And when these people have many good weapons to counter, the police in Kerala only has their lathi or a stick. ഇവിടുത്തെ പോലീസിനെ കണ്ടോ, 2 സൈഡിലും 2 റിവോൾവർ. ഇത് കാണുമ്പോഴേ അവരൊക്കെ ഒന്ന് പറയും. But the police officers here are authorized to use their gun. അവരുപയോഗിക്കൊന്നുമില്ല. They don't have to use. പക്ഷെ അവരുടെ നിപ്പും ഭാവവും അത് അധികാരം. But when you see a police officer with his belt, with a gun and everything, you will understand there is some authority in him. കേരള പോലീസിന്റെ കയ്യിൽ കുറുവടിയാ. But back in Kerala, the police are only വെട്ടമില്ലാത്ത മേത്തന്റെയും തുലുക്കന്റെയും അടുക്ക പോയാൽ തല കാണുകയല്ലേ കഴുത്തേല്. And if you go and counter these people who are ready to fight with a short stick, you may not survive. ഞങ്ങളുടെ കൂടെ വന്ന് ഈ പോലീസുകാര് ഈ പാലത്തേല്
നോക്കൂത്തികളായിട്ട് നിൽക്കുക. And the Kerala police was afraid in order to go and quell this quarrel among these two groups. ആ സമയമാണ് അവിടുത്തെ ജില്ലാ കളക്ടർ ഒരു പെൺകുട്ടി വത്സൻ, ആ സമയത്ത് 8ാം റാങ്കിൽ IAS സിവിൽ പരീക്ഷ പാസ്സായിട്ട് അവളെ കളക്ടറായിട്ട് നിയമിച്ച് അവൾ ചാർജ് എടുത്തേ ഉള്ളൂ. വത്സൻ അവളുടെ സ്റ്റേറ്റ് കാറിൽ, നിങ്ങൾക്കറിയാം ഈ പോലീസുകാരെല്ലാം കിടുകിടേന്ന് വിറച്ച് ഈ പാലത്തെ നോക്കൂത്തികളായിട്ട് നിൽക്കുമ്പോൾ ഈ വത്സൽ അവളുടെ സ്റ്റേറ്റ് കാർ, ഡ്രൈവറൊന്നുമില്ല, അവളുടെ സ്റ്റേറ്റ് കാറിൽ ചുവന്ന ലൈറ്റും അങ്ങോട്ട് ഇട്ടും കൊണ്ട് അവൾ പാഞ്ഞ് 10-50 പേര് കൊടുവാളും പൊക്കി പിടിച്ചുകൊണ്ട് ഒരുത്തന്റെ കൈ വെട്ടി ഇങ്ങനെ ചോര ഒലിക്കുന്നു, വേറൊരുത്തനെ വെട്ടാൻ വാങ്ങുന്നു. ഈ സ്ഥലത്ത് ഈ കൊലവിളി മുഴക്കുന്നതിന്റെ ഇടയിൽ ഈ വത്സൻ അവിടെ സ്റ്റേറ്റ് കാർ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഡോറ് പടോന്ന് തുറന്ന് ചാടി പുറത്തിറങ്ങിയിട്ട് സ്റ്റോപ്പ്, ഒരെണ്ണം ചലിച്ചു പോരുന്നത് കളക്ടർ ഓർഡറാണ്. നിങ്ങൾക്കറിയാമോ, കൊടുവാളും യവന്മാരുടെ കയ്യിലിരുന്ന മാരകായുധങ്ങളെല്ലാം അപ്പടി താഴെ വീണു. കിടുകിടെന്ന് വിറച്ചും കൊണ്ട് അവളുടെ മുമ്പിൽ നിൽക്കുക ഈ അജാനുബാഹുക്കളായി മേത്തന്മാരും തുലുക്കന്മാരും. ഇതിന്റെ പേരാണ് അധികാരം. She was a lady who was the district official, but she charged through these people who were fighting in her state car and stopped the car and got out of the car and asked them to stop their fight, and they immediately put down the weapons that was in their hands. കഴിഞ്ഞിടയിൽ കായംകുളത്ത് നടന്ന ഒരു ആത്മീയ ഉണർവ് യോഗം, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. അതിന്റെ ഒടുവിലത്തെ ദിവസം ശുശ്രൂഷിക്കാനായിട്ട് എന്നെ വിളിച്ചു. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അതുവരെ ഈ പരിശുദ്ധാത്മാവിലും ശക്തിയിലും നിലം തൊടാതെ പറന്ന സഹോദരിമാരും കുറെ പാസ്റ്റർമാരുണ്ട്, 10-20 പാസ്റ്റർമാരുണ്ട്. ഇവരെല്ലാം പേടിച്ചരണ്ട് മൂലയ്ക്ക് മൂല വിയർത്ത് കുളിച്ച് ഇങ്ങനെ കിടുകിടേന്ന് വിറച്ചുകൊണ്ട് നിൽക്കുക. സംഭവം ഇതാണ്, ആ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ 2-3 ഹിന്ദു സ്ത്രീകള്, അവിടെ ആദ്യമായിട്ട് എങ്ങാണ്ട് വന്ന ഹിന്ദു സ്ത്രീകളിൽ ഈ അശുദ്ധാത്മാവുണ്ടായിരുന്നു. ഈ അശുദ്ധാത്മാവ് ഇളകിയിട്ട് പാമ്പ് വാലെ കുത്തി നിന്ന് നൃത്തം ചെയ്യുന്നത് പോലെ ദുരാത്മാവ് നിറഞ്ഞ ഈ സ്ത്രീകള് ഇങ്ങനെ തലമുടിയൊക്കെ അടിച്ചിട്ടിട്ട് ആടി 7 ആനയുടെ ബലത്തിൽ ഇങ്ങനെ കിടന്ന് വെള്ളം വയ്ക്കുക. ഇത് കണ്ട് അതുവരെ അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആടുകയും പാടുകയും ചാടുകയും ചെയ്ത സഹോദരിമാര് കിടുകിടേ നിറച്ച് മൂലയ്ക്ക് മൂല നിൽക്കുക. Recently I went for a revival meeting for 21 days in a place called Kayamkulam, and the believers there and the pastors, all the women, they were all worshipping in the spirit. But 2 or 3 Hindu women came who were demon possessed, and the demon had manifested himself through them, and they could not be controlled by these people who were there, and they were so scared by the manifestation of this power of the devil that they became paralyzed and they sat in a corner without doing anything. Then I was going into the midst of that and I had my suitcase, I put it in a side room and went in, and I came into the meeting. ഈ കൈ കൊണ്ടുവന്ന സ്ത്രീകളുടെ മേൽ വയ്ക്കുകയും ഈ പുഴുവിന്റെ പുറത്ത് ഗാഢസൾഫൂരിക് ആസിഡ് വീണാൽ എങ്ങനെ നിഷ്പ്രഭമാകുമോ അതുപോലെ ഈ സ്ത്രീകൾ ഇങ്ങനെ കുഴഞ്ഞ് അങ്ങ് ബോധം കിട്ടങ്ങ് വീഴുക. I came immediately and laid my hands upon these demon-possessed women, and immediately the power of the enemy left them and they fell down right there. Amen. നമ്മൾ പറഞ്ഞു 2 ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. And I asked them to bring a few glasses of water. വെള്ളം കൊണ്ടുവന്നു. They brought the water. പ്രാർത്ഥിച്ചു കൊടുത്തു. And I prayed and gave it to these women. അവരെഴുന്നേറ്റു. And they got up from the place where they lay down. 300 പേരുള്ള യോഗമാണ്. And it was about 300 people attending that meeting. പിന്നെ എന്റെ ശുശ്രൂഷയാണ്. And after that I was ministering. നമ്മൾ ശുശ്രൂഷിക്കുക. I was ministering there. കൂട്ടമായിട്ട് ജനങ്ങളൊക്കെ വശായി മുന്നോട്ട് വരിക, പ്രാർത്ഥിക്കുക. And several of the people are coming forward for me to lay my hands upon them to pray. ശുശ്രൂഷ കഴിഞ്ഞു. ഈ സ്ത്രീകൾ ഈ വിടുവിക്കപ്പെട്ടവർക്ക് സാക്ഷ്യം പറയാനായിട്ട് നമ്മുടെ ശുശ്രൂഷയുടെ മധ്യ സമയം കൊടുക്കും. And after that, in the midst of the ministry, those who really got the power of the Holy Ghost